തുടർന്നുള്ള മെമ്പർമാരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ആനി ഡേവിഡിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി 1-ാം വാർഡ് കൊയ്ത്തക്കുണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ശ്രീ ഷിഹാബ് കച്ചേരി അവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി അരിമണൽ വാർഡിൽ നിന്നും കുട്ടത്തി വാർഡിൽ നിന്നും വിജയിച്ച ശ്രീ ഇംതിയാസ് ബാബു അവരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇംതിയാസ് ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി 3-ാം വാർഡ് അരിമണയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സുലേഖ അവരെ കൃത്യപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സുലൈഖ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരളവാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സൈനുദ്ദീൻ അവരെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കുണ്ടുകാവിൽ സൈനുദ്ദീൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പരമാധികാരം അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 5 മഞ്ഞൾപ്പാറയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഷമീന കാരടിയും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷമീന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കർമ്മങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 6ാം വാർഡ് ആന്ധ്രയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ റഷീദ് പട്ട ആളുകളെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട റഷീദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എട്ടാം വാർഡ് മൂവരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഷിബിലി യൂണിവേഴ്സിറ്റിയെ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സിബിലിമോൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മാമറ്റവാടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി മുംതാസ് ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുന്താസി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 10 കണ്ണത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സുരേന്ദ്രൻ അവരുടെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു.
കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട TK സുരേന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കരുവാരകുണ്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഫസീല കെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫസീല കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ പ്രയോജനപ്പെടുത്തിയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 12 കിഴക്കേത്തലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ AK ഹംസക്കുട്ടിയെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട AK ഹംസക്കുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 13 തലശ്ശേരിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ N ഉണ്ണിക്കുട്ടിയെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട N ഉണ്ണിക്കുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 14 കക്കരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി വേദി ഷാജിയെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട്
യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 15 നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സുനീറ ഷറഫ്, കരിങ്കന്തോളി വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സുനീറ ഷറഫിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സുനീറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതമോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിക്കുമെന്നും വിശ്വസ്തതയും എന്റെ പരമാവധി കഴിവ് നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 16 കോഴിക്കോട്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സ്മിത അനിൽകുമാർ കൃത്യപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്മിത അനിൽകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 17 ചമ്പങ്ങലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അബ്ദുൽ സബാദ് അവരുടെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ സബാദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരണാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 18 അയ്യപ്പൻകാവിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മോശാവളി കുരിക്കളെ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നൗഷാദ് കിരിക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. വാർഡ് 19 ചെള്ളൂരിലും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സോണി ജോഷിയെ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സോണി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സിനി പുഴക്കലിനെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഷബീർ അലി വാക്കയിൽ ശ്രീ ഷബീർ അലിയെ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷബീർ അലി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 22 പുത്തലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സഫീരയെ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സഫീല എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും
ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 23 ഭവനം പറമ്പ് ശ്രീ അബ്ദുസലാം ഭവനപറമ്പ് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അബ്ദുസലാം മാറ്റുമലിന്റെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുസലാം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയും കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടുകൂടിയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഖാലിദ് റഹ്മാനെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഖാലിദ് റഹ്മാൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൊഴുത്തക്കുണ്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഷിഹാബ് കച്ചേരിയെ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ ഷിഹാബ് കച്ചേരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷിഹാബ് കച്ചേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഈ ചടങ്ങിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ കെ മുഹമ്മദ് മാസ്റ്ററെ കൃത്യമായി സ്വാഗതം ചെയ്തു.
ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ആവേശകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് അടുത്ത 5 വർഷം നായകത്വം നൽകാൻ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികൾ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള പിന്തുണയും ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഭരണസമിതിക്ക് ഉണ്ടാവണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരമേറ്റെടുത്ത മുഴുവൻ ജനപ്രതിനിധികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി ശ്രീ മജീദ് അലി അവരുടെ കൃത്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ കരുവാരക്കുണ്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഏറ്റവും മനോഹരമായ ജനാധിപത്യ രീതിയിൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന ഈ മനോഹരമായ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 24 വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലാണ്, ഈ മനോഹരമായ ചടങ്ങിലാണ് നമ്മളെല്ലാവരും സന്തോഷം നിറഞ്ഞ ഈ ചടങ്ങിലാണ് നമ്മൾ സന്നിഹിതരായിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, അതേപോലെ ഇന്ന് സത്യപ്രതിജ്ഞ 24 വാർഡിലെ മുഴുവൻ പുതിയ മെമ്പർമാർക്കും ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും കരുവാരക്കുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും UDF-ന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഭാരത്. അടുത്തതായി CPI-നെ പ്രതിനിധീകരിച്ച് ശ്രീ ജെയിംസ് മാസ്റ്റർ ആശംസ അറിയിക്കുന്നു. ആശംസ അറിയിക്കുന്നതിന് ശ്രീ ജെയിംസ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. ആശംസ അറിയിക്കുന്നതിന് ശ്രീ അബൂബക്കർ എന്ന കുഞ്ഞാണിയെ കൃത്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വലിയ വീറും വാശിയിലും നടന്ന ഒരു സംഭവമാണ്. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. 24 അംഗങ്ങൾക്കും നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആശംസ അറിയിക്കുന്നതിന് ശ്രീ ജോയ് വയലിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എല്ലാവർക്കും. പ്രിയപ്പെട്ടവരെ, വളരെ ഉജ്ജ്വലമായ വിജയം നേടിയ 24 മെമ്പർമാരെ ഞാൻ ആദ്യമായിട്ട് തന്നെ പ്രശംസിക്കുകയാണ്. അവർക്ക് ആശംസകൾ നേരുകയാണ്. അവരോട് ചെറിയൊരു ഉപദേശമുള്ളത്, ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന ഈ 24 പേരും നിങ്ങളൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ മാത്രം മെമ്പറല്ല, നിങ്ങൾ ആ വാർഡിന്റെ മുഴുവൻ മെമ്പറാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഈ 5 വർഷവും നിങ്ങളുടെ പ്രവൃത്തി പഠനത്തിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകുന്നത് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ പുതുതായിട്ട് സ്ഥാനം വഹിക്കുന്ന നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കും. കാരണം അതിനകത്ത് തന്നെ നല്ല മുഖങ്ങളും മോശം മുഖങ്ങളും ഒക്കെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുക. എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ളവരെ നിങ്ങൾ വളരെ കരുതലോട് കൂടിയിട്ട് കരുതിയിരിക്കുക. എല്ലാവർക്കും വാർഡിന്റെ എല്ലാ ഭാഗത്തും നിങ്ങളുടെ വികസനം, നിങ്ങളുടെ പ്രവൃത്തികൾ എത്തത്തക്ക രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ടി.ഡി. ജോയ് ആശംസകൾ അറിയിക്കുന്നു. ശ്രീ ടി.ഡി. ജോയിയെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതിപ്രൗഢിമായ ഈ സദസ്സിലിരിക്കുന്ന 24 മെമ്പർമാർ, UDF-ന്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, ചരിത്ര നിമിഷങ്ങൾ എന്ന് പറയേണ്ട ഒരു വലിയ സംഭവമായി മാറിയിരിക്കുന്നു ഈ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ജനപ്രതിനിധികൾ 24 ഒറ്റക്കെട്ടായി അവരുടെ വാർഡുകളിൽ അവരുടെ കഴിവുകളും നിർദ്ദിഷ്ടമായ എല്ലാ മേഖലകളിലും സമസ്ത മേഖലയിലും നിങ്ങളുടെ കഴിവ് തെളിയിക്കണം. ജനങ്ങളുടെ ആഗ്രഹവും സന്തോഷവുമായ ദിവസത്തിൽ കൂടുതൽ വാക്കുകൾ നീട്ടിക്കുവാൻ ഉദ്ദേശമില്ല. കാരണം എല്ലാ മെമ്പർമാർക്കും ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന UDF-ന്റെ എല്ലാ പ്രവർത്തകരെയും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ അനിൽ പ്രസാദിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വ്യാപാരി വ്യവസായികൾക്ക് വേണ്ടി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ ഹംസ സുബഹാനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഹംസ ആദരണീയരായ വേദിയിലും സദസ്സുമുള്ള ബഹുമാന വ്യക്തിത്വങ്ങളെ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർമാരെ, ഉദ്യോഗസ്ഥരെ, കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മെമ്പർമാർ, കരുവാരക്കുണ്ടിന്റെ വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അടുത്ത 5 വർഷം നമ്മുടെ കരുവാരക്കുണ്ടിലെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രയത്നത്തോടുകൂടി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അവരെ അഭിനന്ദിക്കുന്നു. ഈ മഹത്തായ ഈ വേളയിൽ ഇവിടെ കൂടിയ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ കരുവാരക്കുണ്ട് വികസനത്തിന് വേണ്ടി കരുവാരക്കുണ്ടിലെ വ്യാപാരി സമൂഹം, കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ നിങ്ങളുടെ വാർഡിലെ എല്ലാ മെമ്പർമാരുടെ ഒപ്പം എല്ലാ പിന്തുണയും എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. ശ്രീ സിനിമ ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ സിനിമയെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി നമ്മുടെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുക. നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൽ ജനാധിപത്യ വിശ്വാസികൾക്കും കാളികാവ് ബ്ലോക്ക്